നമസ്കാരം. ജെൻസന്റെ വിയോഗ വാർത്ത എല്ലാവർക്കും ഏറെ വേദന നൽകുന്നതാണ്. ജെൻസന്റെ തിരിച്ചുവരവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി ശ്രുതിയെ വീണ്ടും തനിച്ചാക്കി ജെൻസൺ ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഇനി ഈ വേദന ശ്രുതി എങ്ങനെ ഉൾക്കൊള്ളുമെന്നതാണ് ഏവരെയും വേദനിപ്പിക്കുന്ന ഒരു ചിന്ത. അപകട വിവരം അറിഞ്ഞതു മുതൽ പ്രാർത്ഥനയിലായിരുന്നു കേരളക്കര. മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേർ നഷ്ടമായ ശ്രുതിയുടെ പ്രിയതമനും ഈ ലോകത്തോട് വിട പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിന് സമീപം സ്വകാര്യ ബസ്സും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ബുധനാഴ്ച രാത്രിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. വാനിൽ സഞ്ചരിച്ചിരുന്ന ശ്രുതിയും ജെൻസനും ഉൾപ്പെടെ 9 പേർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ശ്രുതിയുടെ ബന്ധുക്കളായ മാധവി, രത്നമ്മ, ആര്യ, അനിൽകുമാർ, അനൂപ് കുമാർ എന്നിവർക്കും പരിക്കേറ്റു. ശ്രുതിക്ക് കാലിലാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ജെൻസനുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിനും ശേഷമായിരുന്നു ദുരന്തം. ഒറ്റയ്ക്കായി പോയ ശ്രുതിയെ ജെൻസൺ കൈപിടിച്ച് ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു. ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തത്തെ കൂടി ശ്രുതിക്ക് നേരിടേണ്ടി വരുന്നത്. ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയും അനിയത്തി ശ്രേയയും ഉരുളെടുത്തു. കുടുംബത്തിലെ 9 പേരെയായിരുന്നു ശ്രുതിക്ക് നഷ്ടമായത്. കല്യാണ ആവശ്യത്തിനായി 4.5 ലക്ഷം രൂപയും 15 പവനും സ്വരുക്കൂട്ടിയിരുന്നു. അതും ഉരുളെടുത്തു. കോഴിക്കോട് ജോലി സ്ഥലത്തായതിനാൽ ശ്രുതി മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു. 10 വർഷമായി പ്രണയത്തിലായിരുന്നു ശ്രുതിയും ജെൻസനും. ദുരന്തത്തിന് 1 മാസം മുമ്പായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം. അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലും. എന്നാൽ 1 മാസത്തിനു ശേഷം എല്ലാ സന്തോഷങ്ങളും തൂത്തുവാരിയാണ് ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിതച്ചത്. ദുരന്തത്തിന് ശേഷം പ്രതിശ്രുത വരൻ ജെൻസൺ ആയിരുന്നു ശ്രുതിക്ക് താങ്ങും തണലുമായി കൂടെ നിന്നത്. താൽക്കാലിക പുനരധിവാസത്തിൽ ശ്രുതി മുണ്ടേരിയിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ശ്രുതിയുടെ പിതാവ് ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെ മകളാണ് ലാവണ്യ. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരൻ ലക്ഷ്യത് കൃഷ്ണയും ലാവണ്യയ്ക്ക് നഷ്ടമായിരുന്നു. പഠനത്തിനായി നവോദയ സ്കൂളിൽ ആയതിനാലായിരുന്നു ദുരന്തത്തിൽ നിന്ന് ലാവണ്യ രക്ഷപ്പെട്ടത്.